ഹലോ ഗൈസ്, ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിലെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് ക്രിപ്റ്റോ ട്രേഡിംഗ് പഠിക്കാം, അതുപോലെ ഈ ഒരു സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഓഫീസ് അവേഴ്സിന് ശേഷം അല്ലാതെ നമ്മുടെ ക്ലാസ്സിനെല്ലാം ശേഷം ഈ ഒരു സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയും ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനെ പറ്റിയുമുള്ള A to Z കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ്. നമ്മൾ ഇന്ന് മാർക്കറ്റിൽ വന്ന് ചെക്ക് ചെയ്ത് നമുക്കറിയാം ഒരുപാട് ക്രിപ്റ്റോ കറൻസീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ്, ഇതെല്ലാം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇത്രയും അധികം ക്രിപ്റ്റോ കറൻസീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിലതിനെ എന്ത് ചെയ്യുന്നുണ്ട്, കോയിൻസ് എന്ന് വിളിക്കുന്നുണ്ട്, ചിലതിനെ ടോക്കൻസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ? അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ്ലി ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് ചെക്ക് ചെയ്യാം ഇന്ന് മാർക്കറ്റിൽ എത്ര ടൈപ്സ് ക്രിപ്റ്റോ കറൻസീസ് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തിനു വേണ്ടിയാണ് ഇത്രയും അധികം ക്രിപ്റ്റോ കറൻസീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. ആ വീഡിയോസിലൂടെ നമ്മൾ കവർ ചെയ്തിരുന്നു എന്താണ് ക്രിപ്റ്റോ കറൻസി, അതുപോലെ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അതുപോലെ എന്തിനു വേണ്ടിയാണ് ക്രിപ്റ്റോ കറൻസി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ എന്താണ് ബിറ്റ് കോയിൻ, അത്തരം കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മളിനി മുന്നോട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കണ്ടൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ ഒരു വീഡിയോസിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഫിയറ്റ് കറൻസി സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിന് എന്തുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള ഒരു കറൻസി സിസ്റ്റമായിരുന്നു ക്രിപ്റ്റോ എന്നുള്ളത്. അതിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള കറൻസിയാണ് ബിറ്റ് കോയിൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഈസി ആയിട്ട് അവിടെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഈ പുതുതായി വന്നിട്ടുള്ള ബിറ്റ് കോയിൻ കറൻസി ആളുകൾ ഉപയോഗിച്ച് വന്നപ്പോൾ ആളുകൾക്ക് എന്ത് മനസ്സിലായി, ഈ ഒരു സിസ്റ്റത്തിനും ചെറുതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് എടുത്തു നോക്കിയാണ് ബിറ്റ് കോയിൻ നെറ്റ്വർക്കിൽ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 10 മിനിറ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രാൻസാക്ഷൻ എടുക്കുന്ന ഫീ എന്നുള്ളത് നമ്മൾ ഇന്നത്തെ മറ്റു പേയ്മെൻറ്റ് കോയിൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടുതലാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മറ്റൊരു കാര്യം, മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്നുള്ളത് ബിറ്റ് കോയിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് ഇന്ന് ആളുകൾ പറയുന്നത് അത് വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. നമ്മൾ മനസ്സിലാക്കിയിരുന്നു ബിറ്റ് കോയിൻ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ വാലിഡേഷൻ മെക്കാനിസം എന്നുള്ളത് പ്രൂഫ് ഓഫ് വർക്ക് എന്നുള്ളൊരു മെക്കാനിസത്തിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സിസ്റ്റം ഒരു ഹൈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ സിസ്റ്റത്തിലേക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ആരാണ് സോൾവ് ചെയ്യുന്നത് അവർക്കാണ് അതിൻ്റെ വാലിഡേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സോൾവ് ചെയ്യാനായിട്ട് എന്ത് വേണം, ഹൈ സ്പെസിഫിക്കേഷനുള്ള കമ്പ്യൂട്ടേഴ്സ് കാര്യങ്ങളെല്ലാം വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്ത് പറഞ്ഞു, ഈ ഒരു കമ്പ്യൂട്ടേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് എക്കോ ഫ്രണ്ട്ലി അല്ല, തീരെ എക്കോ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ബിറ്റ് കോയിൻ സിസ്റ്റത്തിൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പുതിയതായിട്ടുള്ള കറൻസീസ്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കറൻസീസ് കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് അത്തരത്തിലാണ് പുതിയ പുതിയ കോയിൻസ് പിന്നീട് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ലൈറ്റ് കോയിൻ എന്നുള്ളൊരു കോയിൻ, ബിറ്റ് കോയിൻ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോയിനാണ്. പക്ഷേ എന്താണ്, ബിറ്റ് കോയിനുള്ള ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് വന്നിട്ടുള്ള പുതിയൊരു കോയിനാണ്. അതുപോലെ നമുക്കറിയാം ബിറ്റ് കോയിൻ വന്നപ്പോൾ എന്ത് ചെയ്തു, ബിറ്റ് കോയിൻ കറൻസിയെ ഡീസെൻട്രലൈസ് ചെയ്തു. ഈ ഒരു ഡീസെൻട്രലൈസേഷനിലൂടെ എന്ത് നടന്നു, നമ്മൾ ഇന്നത്തെ സെൻട്രലൈസ് സിസ്റ്റത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ ഇതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ആളുകൾ കരുതി എന്ത്, ബിറ്റ് കോയിൻ വന്നു, ഈ ഒരു കറൻസി സിസ്റ്റത്തിന് ഡീസെൻട്രലൈസ് ചെയ്തു, ഒരുപാട് അഡ്വാൻറ്റേജസ് കിട്ടി. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മറ്റു പല ആക്ടിവിറ്റീസ് അല്ലാതെ മറ്റു പല അപ്ലിക്കേഷൻസ് ഡീസെൻട്രലൈസ് ചെയ്തുകൂടാന്ന് ആളുകൾ ചിന്തിച്ചു. അപ്പോൾ അത്തരത്തിൽ അവർ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, പുതുതായിട്ടുള്ള ബ്ലോക്ക് ചെയിനുകൾ ക്രിയേറ്റ് ചെയ്തു, നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്തു. അതിനകത്തെല്ലാം യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ടോക്കൻസ് കോയിൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഓരോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ബ്ലോക്ക് ചെയിനും അതിന് റിലേറ്റഡ് ആയിട്ട് കുറേ സർവീസസ് വേണ്ടി വന്നു. അപ്പോൾ അതിനെല്ലാം റിലേറ്റഡ് ആയിട്ട് പുതിയ ബ്ലോക്ക് ചെയിനുകൾ വന്നു. ആ ബ്ലോക്ക് ചെയിനകത്ത് ഉപയോഗിക്കാൻ എന്ത് ചെയ്തു, പുതിയതായിട്ടുള്ള കോയിൻസ് ടോക്കൺസ് എല്ലാം വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കാണുന്ന ഒരുപാട് കോയിൻസ് ടോക്കൺസ് എല്ലാം മാർക്കറ്റിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് പരിചയപ്പെടാം. ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് വരുന്നത് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രിപ്റ്റോ ഫീൽഡിൽ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റാണ് ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് അത് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ ഇവരുടെ അപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വെബ്സൈറ്റാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ളത്. ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരുപാട് കോയിൻസ് ടോക്കൺസ് എല്ലാം അവൈലബിൾ ആണ്.
അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കോയിൻസ് ഓൾറെഡി ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ആയിരക്കണക്കിന് കോയിൻസ്, ടോക്കൺസ് എല്ലാം ലിസ്റ്റഡ് ആണ്. അപ്പോൾ ഇതെല്ലാം പല കാറ്റഗറിയിലുള്ള പല യൂസ് കേസസ് ഉള്ള കോയിൻസ്, ടോക്കൺസ് എല്ലാം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ എന്ത് ചെയ്യാം, ഒരുപാട് കോയിൻസിനെ കുറിച്ചും അതുപോലെ ടോക്കൺസിനെ കുറിച്ചുള്ള ഒരുപാട് ന്യൂസ്, മാർക്കറ്റ് അപ്ഡേറ്റ്സ്, അതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സപ്പോസ് നമ്മൾക്ക് അറിയേണ്ടത് ഈ ഒരു എത്തീറിയം എന്നുള്ളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കോയിനെ കുറിച്ചാണെന്ന് ജസ്റ്റ് ഈ ഒരു കോയിൻ സെലക്ട് ചെയ്യുക. അപ്പോൾ എത്തീറിയത്തിൻ്റെ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഇതിൻ്റെ പ്രൈസ് കാണുന്നുണ്ട്, അതുപോലെ ഇതിൻ്റെ പ്രീവിയസ് പ്രൈസ് ഹിസ്റ്ററി കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു കോയിൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഈ ഒരു പർട്ടിക്കുലർ കോയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന, അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പർട്ടിക്കുലർ കോയിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇതിലൊരു അക്കൗണ്ട് ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഓരോ കോയിൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് കോയിൻ, അതുപോലെ എന്താണ് ടോക്കൺസ് എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ ഇതിൻ്റെ ഡിഫറൻസ്, മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിലുള്ള ആളുകളാണ്, നിങ്ങൾക്കറിയാം ചിലതിന് നമ്മൾ കോയിൻസ് എന്ന് വിളിക്കുന്നുണ്ട്, ചിലതിന് ടോക്കൺസ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ ശ്രമിക്കാം. ആദ്യമായി എന്താണ് കോയിൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ കോയിൻസും വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സ്വന്തമായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കോയിൻസും വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഓരോ കോയിൻസും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഓരോ ഇൻഡിപെൻഡൻറ്റ് പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ടാണ് കോയിൻസ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഫെമിലിയർ ആയിട്ടുള്ള ബിറ്റ് കോയിൻ, എത്തീറിയം, ഡോജ് കോയിൻ, ഇതെല്ലാം കോയിൻസ് ആണ്. ഇതിനെല്ലാം സ്വന്തമായിട്ട് അതിൻ്റെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജികൾ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ ഇന്ന് ഓരോ കോയിൻസും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലാതെ ഒരു വാല്യൂവിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഓരോ കോയിൻസും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കി, സ്വന്തമായി ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുള്ള ഇൻഡിപെൻഡൻ്റ് ആയ ഓരോ പ്രോട്ടോകോൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയാണ് നമ്മൾ കോയിൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ടോക്കൺസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, ഒരു ടോക്കൺ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സ്വന്തമായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടല്ല. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ സ്മാർട്ട് കോൺട്രാക്ട് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ക്രിപ്റ്റോ കറൻസിയെ പറയുന്ന പേരാണ് ടോക്കൺസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് ടോക്കൺസ് ഉണ്ട്. USDT ഒരു ടോക്കൺ ആണ്. അതുപോലെ യൂണിസോപ്പ്, ചെയിൻ ലിങ്ക്, വി ചെയിൻ, ഇതെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോക്കൺസ് ആണ്. അപ്പോൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ സ്മാർട്ട് കോൺട്രാക്ട് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് ആണ് ഇത്തരത്തിലുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസീസും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് കോയിൻസ്, അതുപോലെ എന്താണ് ടോക്കൺസ്, ഇത് തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എത്ര ടൈപ്സ് ക്രിപ്റ്റോ കറൻസീസ് ആണ് ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്, എന്തിൻ്റെയൊക്കെ ബേസിലാണ് അതിൻ്റെ കാറ്റഗറൈസേഷൻ വന്നിട്ടുള്ളത് കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസിനെ പറ്റി മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിൽ നമ്മൾ ഈ ടോട്ടൽ ക്രിപ്റ്റോ കറൻസീസിനെ ഏകദേശം ഒരു 6 കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ബേസിക് കാറ്റഗറൈസേഷൻ മാത്രമാണ്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ മേജർ ആയിട്ടുള്ള കാറ്റഗറൈസേഷൻ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോന്നിലും ഡീപ്പായിട്ട് ക്രിപ്റ്റോ കറൻസീസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇതിനെ വീണ്ടും നമുക്ക് സബ് ക്ലാസിഫൈ ചെയ്യാം. ഇതിൻ്റെ യൂസ് കേസസിനെ ബേസ് ചെയ്തുകൊണ്ടും അല്ലാതെ ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി ബേസ് ചെയ്തുകൊണ്ടും നമുക്കിതിനെ വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് കാറ്റഗറി എന്നുള്ളത് പേയ്മെൻറ്റ് കോയിൻസ് ആണ്. നമുക്കറിയാം ബിറ്റ് കോയിൻ, ലൈറ്റ് കോയിൻ, ഇതെല്ലാം പേയ്മെൻറ്റ് കോയിൻസ് ആണ്. ക്രിപ്റ്റോ കറൻസീസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ്, ഇന്നത്തെ സെൻട്രലൈസ് സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പേയ്മെൻറ്റ് കോയിൻസ് ആയിട്ടാണ് ആദ്യമായിട്ട് ക്രിപ്റ്റോ കറൻസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് കോയിൻസ് യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് പണം അയക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലാതെ ഒരു വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോയിൻസ് ആണ് പേയ്മെൻറ്റ് കോയിൻസ് എന്നുള്ളത്. ഇനി രണ്ടാമതായിട്ട് വരുന്ന കാറ്റഗറി സ്റ്റേബിൾ കോയിൻസ് ആണ്. സ്റ്റേബിൾ കോയിൻസിൻ്റെ അതിൻ്റെ നെയിമിൽ തന്നെ ഉണ്ട്, ആ കോയിൻസ് എന്താണ്, സ്റ്റേബിൾ ആണ്. നമ്മൾ ബിറ്റ് കോയിൻ, ലൈറ്റ് കോയിൻ അതിലൊന്നും കാണുന്ന പോലെ പ്രൈസിൽ എന്ത് ചെയ്യുന്നില്ല, മേജർ ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റേബിൾ കോയിൻ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനി അതിന് പെഗ്ഡ് ആയിട്ട് അവരുടെ കമ്പനിയുടെ റിസർവിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിയൽ വേൾഡ് കറൻസിയോ അല്ലാതെ റിയൽ വേൾഡ് അസറ്റോ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലാണ് മാർക്കറ്റിലേക്ക് ഓരോ പുതിയ സ്റ്റേബിൾ കോയിൻസും ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് സ്റ്റേബിൾ കോയിൻസ് ഇന്ന് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ട് നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോയിനാണ് USDT എന്നുള്ളത്. അപ്പോൾ ഈ ഒരു USDT മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് ടെതർ എന്നുള്ള ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, മാർക്കറ്റിലേക്ക് ഓരോ USDT ഇഷ്യൂ ചെയ്യുന്ന സമയത്തും അവരുടെ റിസർവിൽ ഒരു US ഡോളർ അവർ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് USTC എന്നുള്ളത്. USTC മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് സർക്കിൾ എന്നുള്ളൊരു കമ്പനിയാണ്. ഇതും വർക്ക് ചെയ്യുന്നത് USDTക്ക് സിമിലർ ആയിട്ട് തന്നെ. ഇവർ ഒരു പുതിയ USTC മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിയൽ US ഡോളർ ഇവരുടെ റിസർവിൽ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു സ്റ്റേബിൾ കോയിനാണ് PAXG എന്നുള്ളത്, പാക്സ് ഗോൾഡ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കറൻസി ഇഷ്യൂ ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേബിൾ കോയിൻ മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് പാക്സോസ് എന്നുള്ള പറഞ്ഞൊരു കമ്പനിയാണ്.
അപ്പോൾ ഇവിടെ കറൻസിക്ക് പകരം ഇവിടെ പെഗ്ഡ് ചെയ്യുന്ന എന്താണ്, റിയൽ ഗോൾഡ് ആണ് ഇവരുടെ റിസർവിൽ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊരു പുതിയ പാക്സ് എന്നുള്ള ഒരു കോയിൻ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത്, ഒരു സ്റ്റേബിൾ കോയിൻ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു അത്രയും ഗോൾഡ് ഇവരുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, ഇവർ റിസർവിൽ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേബിൾ കോയിൻസ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബിറ്റ് കോയിൻ, ലൈറ്റ് കോയിൻ അത്തരത്തിലുള്ള പേയ്മെൻറ്റ് കോയിൻസിൻ്റെ പ്രൈസിലുള്ള ഫ്ലക്ച്വേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആ ഫ്ലക്ച്വേഷൻ്റെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കറൻസി സിസ്റ്റത്തിലെ എല്ലാ അഡ്വാൻറ്റേജസും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മൂന്നാമതായി വരുന്ന കാറ്റഗറിയാണ് യൂട്ടിലിറ്റി ടോക്കൺ എന്നുള്ളത്. യൂട്ടിലിറ്റി ടോക്കൺ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഇന്ന് ഒരുപാട് ബ്ലോക്ക് ചെയിൻസും ഒരുപാട് എക്കോസിസ്റ്റങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിനകത്തും അല്ലാന്നിട്ട് ബ്ലോക്ക് ചെയിനകത്തും നമ്മൾ ഒരു ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിന് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ക്രിപ്റ്റോ കറൻസിയെ പറയുന്ന പേരാണ് യൂട്ടിലിറ്റി ടോക്കൺ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആണ് ബൈനാൻസിൻ്റെ BNB എന്നുള്ള ടോക്കൺ. നമുക്കറിയാം ബൈനാൻസ് എക്കോസിസ്റ്റത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പേയ്മെൻറ്റ് അല്ലാന്നിട്ട് ഫീസ് എല്ലാം കൊടുക്കുന്നത് ഈ ഒരു ടോക്കൺ ഉപയോഗിച്ചുകൊണ്ടേക്കാരം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ ഫീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കൗണ്ട് കിട്ടുന്നത്, നമ്മൾ ടോട്ടൽ കൊടുക്കേണ്ട ഫീസിൽ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു യൂട്ടിലിറ്റി ടോക്കൺ ആണ് ബൈനാൻസിൻ്റെ BNB എന്നുള്ളത്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ബേസിക് അറ്റൻഷൻ ടോക്കൺ, ബാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ. അപ്പോൾ ഈ ഒരു ടോക്കൺ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിനകത്താണ്. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, നമ്മളെന്ന് എല്ലാവരും യൂസ് ചെയ്യുന്ന ഏതാണ്, വെബ് 2 ബ്രൗസേഴ്സായ ക്രോം, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ് അങ്ങനത്തെ ബ്രൗസേഴ്സാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇത് പുതിയതായി വന്നിട്ടുള്ള വെബ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒരു ബ്രൗസറാണ് ബ്രേവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എക്സാമ്പിൾ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രൗസറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനൊക്കെ നമുക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു ടോക്കണാണ് ബാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടോക്കൺ. അപ്പോൾ ഇനി നാലാമത്തെ കാറ്റഗറി ആയിട്ട് വരുന്ന ഗവേണൻസ് ടോക്കൺ ആണ്. നമുക്കറിയാം ഈ ഒരു ക്രിപ്റ്റോ കറൻസി വന്നതോട് കൂടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്ന പല ആപ്ലിക്കേഷനും അതുപോലെ ഓർഗനൈസേഷനെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഡീസെൻട്രലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡീസെൻട്രലൈസ് ചെയ്ത ഈ ഓരോ സിസ്റ്റത്തിനകത്ത് അവരുടേതായിട്ടുള്ള ഓരോ ഗവേണൻസ് ടോക്കൺ ഉണ്ടാവും. എസ്പെഷ്യലി ഓർഗനൈസേഷൻ്റെ ഒക്കെ അകത്ത് അവരുടേതായിട്ടുള്ള ഒരു ഗവേണൻസ് ടോക്കൺ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടോക്കൺ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ വോട്ടിംഗ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും ഒരു തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയല്ല, അവിടുത്തെ മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ചാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വോട്ടിംഗ് വരുമ്പോൾ ആരാണോ ഏറ്റവും കൂടുതൽ ഗവേണൻസ് ടോക്കൺ, ആ സിസ്റ്റത്തിൻ്റെ ഗവേണൻസ് ടോക്കൺ ആരാണോ ഹോൾഡ് ചെയ്യുന്നത് അവരവിടെ ചെയ്യുന്ന വോട്ടാണ് വാലിഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു വോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് ഒഴിവാക്കുന്നതൊക്കെ ഈ ഒരു വോട്ടിങ്ങിലൂടെയാണ്. അത്തരത്തിലുള്ള ഗവേണൻസ് ടോക്കൺ ഒരു എക്സാമ്പിളാണ് യൂണിസോപ്പ് എന്നുള്ളൊരു കോയിൻ. നമുക്കറിയാം യൂണിസോപ്പ് എന്നുള്ള എക്കോ സിസ്റ്റത്തിനകത്ത് എസ്പെഷ്യലി അവർ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് അതിനകത്തൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ വോട്ടിംഗ് നടക്കുമ്പോൾ ഏത് മെമ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ യൂണിസോപ്പ് എന്നുള്ള കോയിൻ ഹോൾഡ് ചെയ്യുന്നത് അവരവിടെ എടുക്കുന്ന ഡിസിഷൻ ആവും അവിടെ ചേഞ്ചസ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് മേക്കർ കോയിൻ. നമുക്കറിയാം മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ വോട്ടിംഗ് നടക്കുമ്പോൾ ഏത് മെമ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ മേക്കർ കോയിൻ ഹോൾഡ് ചെയ്യുന്നത് അവരവിടെ എടുക്കുന്ന ഡിസിഷൻസ് ആവും അവിടുത്തെ ചേഞ്ചസ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ അവിടെ വോട്ടിംഗ് നടക്കുന്നത് ആ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു കോയിനാണ് ഗവേണൻസ് ടോക്കൺ എന്നുള്ളത്. ഇനി അഞ്ചാമത്തെ കാറ്റഗറി ആയിട്ട് വരുന്നത് പ്രൈവസി കോയിനാണ്. നമുക്കറിയാം ഈ ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് ടോട്ടലി ട്രാൻസ്പെറൻ്റ് ആണ്. അവിടെ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്യാം, ഈ നടന്നുള്ള ട്രാൻസാക്ഷൻ കറക്റ്റ് ആണോ എന്നുള്ളതെല്ലാം ആർക്കും ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടെ ഉപയോഗിക്കുന്ന കോയിനാണ് പ്രൈവസി കോയിൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോയിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാൾക്ക് ഈ ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാനോ അല്ലാന്നിട്ട് ഇതിന് ട്രേസ് ചെയ്യാനോ ഒന്നും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൈവസി കോയിൻസ് ആണ് മൊനീറോ അതുപോലെ സെഡ് ക്യാഷ് എന്നുള്ള. അപ്പോൾ ഈ ഒരു കോയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ട്രാൻസാക്ഷൻ മറ്റൊരാൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് കാറ്റഗറിയാണ് മീം കോയിൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ മുന്നേ ഡിസ്കസ് ചെയ്ത 5 കാറ്റഗറിക്കും ഓരോ യൂസ് കേസസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു ക്രിപ്റ്റോ ഫീൽഡിൽ. പക്ഷേ ഈ ഒരു മീം കോയിൻ പ്രത്യേകിച്ച് യൂസ് കേസ് ഒന്നുമില്ല, ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ടോക്കൺ അവിടെ നടക്കുന്ന ഡിസ്കഷൻ്റെ പുറത്ത് ഇതിൻ്റെ പ്രൈസ് കൂടുന്നു കുറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കോയിൻസാണ് മീം കോയിൻ എന്നുള്ളത്. നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് മീം കോയിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 1-2 കോയിൻസാണ് ഷിബായിനു അതുപോലെ ഡോജ് കോയിൻ എല്ലാം. ഇതെല്ലാം ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒരു ഡിസ്കഷനിലൂടെ തുടങ്ങിയതാണ്. പിന്നെ അവിടെ നടക്കുന്ന ആ ഒരു ഹൈപ്പിൻ്റെ പുറത്താണ് ഇവിടെ ഈ ഒരു ഇതിൻ്റെ പ്രൈസ് കൂടിയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ട്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ആദ്യം വന്നത് ബിറ്റ് കോയിൻ ആയിരുന്നു. പിന്നീട് ബിറ്റ് കോയിൻ യൂസ് ചെയ്ത് വന്നപ്പോൾ അതിൽ പല പ്രശ്നങ്ങളും കണ്ടു. അപ്പോൾ ഇതിനെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതിയതായിട്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വന്നൊരു സിസ്റ്റം അതിനകത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും പുതുതായിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് കണ്ടെത്തി നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത്തരത്തിൽ ബിറ്റ് കോയിൻ ഒഴികെ ബാക്കി വരുന്ന ക്രിപ്റ്റോ കറൻസീസ് പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റീവ് കോയിൻസ് അല്ലാതെ ഓൾട്ട് കോയിൻസ് എന്ന്. അപ്പോൾ ഈ
ഒരു ഓൾട്ട് കോയിൻസിനെ നമ്മളിവിടെ 6 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നത്. പേയ്മെന്റ് കോയിൻസ്, അതുപോലെ സ്റ്റേബിൾ കോയിൻസ്, യൂട്ടിലിറ്റി ടോക്കൺ, ഗവേണൻസ് ടോക്കൺ, പ്രൈവസി കോയിൻ, മീം കോയിൻ എന്നായിട്ട് 6 കാറ്റഗറിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിൻ്റെ ബേസിലാണ് ഓരോ ക്രിപ്റ്റോ കറൻസിയും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ എന്താണ് കോയിൻ, എന്താണ് ടോക്കൺ എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇത്തരം ടോപ്പിക്സ് എല്ലാം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നതിന് അത് വളരെ യൂസ്ഫുൾ ആകുന്നതാണ്. അതുപോലെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മളവിടെ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് ജേർണിയിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് എൻ്റെ സൈഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.